ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പഴം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ അത്ര വലിപ്പത്തിലല്ല, കുറച്ചുകൂടി ചെറുതാക്കിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായി അതിലേക്ക് മൈദ എടുക്കാം. നമുക്കിപ്പോൾ എത്ര പഴം എടുക്കുന്ന അതിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് മൈദ എടുക്കാം. ഞാനിപ്പോൾ ഒരു പഴം ആയതുകൊണ്ട് കുറച്ച് മാവ് മതിയായിരിക്കും. അതിലേക്ക് പിന്നെ നമുക്കുള്ള പത്തിരിപ്പൊടി, അരിപ്പൊടി ചേർക്കുന്നു. അത് അരിപ്പൊടി മൈദയുടെ അത്രയും വേണ്ട, കുറച്ചുകൂടെ അളവ് കുറച്ച് മതി. പിന്നെ അതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, കളറിന് വേണ്ടിയിട്ട്. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും. ഇത്രയും 4 ഇൻഗ്രീഡിയൻസ് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ദോശമാവിൻ്റെ പാകത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. കുഴച്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ആഡ് ചെയ്യും. പഴം ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി എടുക്കണം. നല്ലതുപോലെ പഴത്തിൽ പൊതിഞ്ഞിരിക്കണം. അതിനുശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ചട്ടി ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എണ്ണ ആഡ് ചെയ്യാം. ഞാൻ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല, കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് എണ്ണ എടുത്തില്ല. ഏകദേശം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. പഴം പൊരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള സാധനമാണ്. സെറ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത സെറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്.